ജിജി മുടിഞ്ഞ കള്ളുകുടിയാണ്, അവൾ അടിച്ച കുപ്പികൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഭർത്താവ് സുലൈമാന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ. കുപ്രസിദ്ധ ദാമ്പത്യ വിദഗ്ധൻ, കുടുംബസമാധാന പ്രാർത്ഥനാ വിദഗ്ധൻ സുലൈമാനിക്ക എന്ന മാരിയോ ജോസഫ് തൻ്റെ ഭാര്യയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് വിവരിക്കുന്നത് കേട്ടാലും. കഴിഞ്ഞ ദിവസം സുലൈമാന്റെ ഭാര്യയും കച്ചവട പങ്കാളിയും ഫിലോക്കാലിയ ഡിങ്കോൾഫിക്ക എന്ന കമ്പനിയുടെ പാർട്ണറുമായ ജിജി തൻ്റെ ഭർത്താവായ സുലൈമാൻ തന്നെ ടിവിയുടെ സെറ്റ് ഓഫ് ബോക്സ് വെച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നും കാണിച്ച് ഒരു പോലീസ് കേസ് കൊടുക്കുകയും അതിൻ പ്രകാരം തൃശ്ശൂർ റൂറലിലെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഇക്കഴിഞ്ഞ നവംബർ 1-ാം തീയതി വൈകിട്ട് ക്രൈം നമ്പർ 1194/2025 നമ്പറായി കേസ് രജിസ്റ്റർ ചെയ്തു എന്നൊരു വാർത്ത ഞങ്ങൾ നൽകിയിരുന്നു. ഈ വാർത്ത വലിയ വിവാദമായതിനെ തുടർന്ന് അല്പസമയം മുമ്പ് സുലൈമാൻ തൻ്റെ പങ്കാളികളായ കുറെ സുഡുക്കളോടൊപ്പം ചേർന്നിരുന്ന് ഒരു വീഡിയോ നിർമ്മിക്കുകയും അദ്ദേഹത്തിൻ്റെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ വഴി അദ്ദേഹം പ്രചരിപ്പിക്കുകയും ആവശ്യമുള്ള ആളുകൾ കണ്ടു കഴിഞ്ഞു, വേണ്ടവരൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. തൻ്റെ ഭാര്യ തികഞ്ഞ ഒരു മദ്യപാനിയാണെന്നും രാവിലെ മുതൽ അവൾ മദ്യപാനം ആരംഭിക്കും എന്നാണ് ഭർത്താവായ സുലൈമാൻ പറയുന്നത്. താനല്ല അടിച്ചത്, തന്നെയാണ് ഭാര്യ ജിജി ചവിട്ടിക്കൂട്ടിയതെന്നും അദ്ദേഹം പറയുന്നു. ആ വീഡിയോ ഒന്ന് കാണാം. മുമ്പില് ഇങ്ങനെ ഒരു വീഡിയോ ഇടണോ എന്ന് എനിക്ക് മനസ്സുകൊണ്ട് ഒട്ടും താല്പര്യമില്ല. ഇടേണ്ടി വന്നതിൽ ഒത്തിരി ദുഃഖമുണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ ഇടണം എന്നത് എന്റെ മാത്രം ആഗ്രഹമല്ല. എന്റെ കൂടെ ഇരിക്കുന്ന ഇവരെല്ലാം വർഷങ്ങളായിട്ട് എന്റെ കൂടെ ഉള്ളവരാണ്. ഇവരെല്ലാം ഏക കണ്ടേനെ പറഞ്ഞു, ഇപ്പൊ ബ്രദർ വീഡിയോ ഇട്ടില്ല എങ്കിൽ ബ്രദറിന്റെ ലൈഫേ ഇല്ലാണ്ടാകും, അതുകൊണ്ട് സത്യം തുറന്നു പറയണമെന്ന് പറഞ്ഞു. വിഷയം ഇതാണ്: മാരിയോ ജോസഫ് എന്ന മോട്ടിവേഷൻ സ്പീക്കർ ടിവിയുടെ സെറ്റാ ബോക്സ് കൊണ്ട് സ്വന്തം ഭാര്യയുടെ തലക്കടിച്ച് മുറിപ്പെടുത്തിയെന്നും അവളുടെ മുടി പിടിച്ച് വലിച്ചെന്നും അവളെ കടിച്ചു പറിച്ചെന്നും കേരളത്തിലുള്ള എല്ലാ മാധ്യമത്തിലും 2-3 ദിവസമായിട്ട് ഭയങ്കര ചർച്ചാ വിഷയം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, എന്തുകൊണ്ട് അങ്ങനെ എഫ്ഐആർ എന്ന് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. അത് ആ നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. അപ്പൊ സബ്ജക്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ആ സബ്ജക്റ്റിലേക്ക് വരാം. ശരിക്കും മാരിയോ ബ്രദർ ജിജിയെ തല്ലുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്തിനാണ് എന്നറിയണം. അതിന്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത്. എന്റെ അടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ പേര്, ജന്മനാ പേര് അജ്മൽ എന്നാണ്. പക്ഷെ മാമോദിസ മുങ്ങിയ പേരെന്ന് പറഞ്ഞ് സാംസൺ. ഇത് സാംസൺ. അജ്മൽ എന്ന പേര് കേൾക്കുമ്പോൾ അയ്യോ അജ്മൽ കസബോ തീവ്രവാദിയൊന്നും ചിന്തിക്കല്ലേ, ഇത് അജു എന്ന് എല്ലാവരും ഇഷ്ടത്തോടെ വിളിക്കും. അജു 2018 ഞാൻ നടത്തുന്ന ഒരു ധ്യാനത്തിൽ വന്ന് പങ്കെടുത്ത് മാനസാന്തരപ്പെട്ടതാണ്, മാമോദിസ മുങ്ങിയതാണ്. ആളുടെ ഭാര്യയും മാമോദിസ മുങ്ങിയതാണ്. മാമോദിസ പേര് എന്താ ഭാര്യയുടെ? എസ്റ്റർ. കൊച്ചും മാമോദിസ മുങ്ങിയതാണ്. ഇവരെല്ലാം സെന്റ് ജോസഫ് ആളൂര് ഇടവകയിലെ നല്ല ക്രിസ്ത്യാനികളാണ്, സഭാത്മക ജീവിതം നയിക്കുന്നവരുമാണ്. അജു ഡ്രൈവറായി വന്നതുകൊണ്ട് 2018 മുതൽ എൻ്റെ ഇൻ ആൻഡ് ഔട്ട്, അതായത് എൻ്റെ രാവും പകലും ഒന്നിച്ച് സഞ്ചരിക്കുന്നത് കൊണ്ട് അവൻ എന്നെ നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. ഇല്ലേ? ഇനി ഈ അടുത്തിരിക്കുന്ന ചേച്ചിയുടെ പേര് സുലേഖ എന്നാണ്. കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും അയ്യോ ഇതൊരു മുസ്ലിം ആണെന്ന് വിചാരിക്കും. സുലേഖ ടീച്ചർ ക്രിസ്ത്യാനിയായിട്ട് എത്ര വർഷമായി? 10 വർഷമായി മാമോദിസ മുങ്ങി ക്രിസ്ത്യൻ ജീവിതം നയിക്കുന്ന ആളാണ്. യെസ്. ഇനി ആന്റണി മാഷ് ഒന്ന് മൈക്ക് കൊടുത്ത്. ദേവസ്യ ആന്റണി. താങ്കള് മുസ്ലിം വല്ലതും ആണോ? താങ്കൾ തീവ്രവാദിയൊന്നുമല്ലല്ലോ? അല്ല, ഒരിക്കലും അല്ല. ഓക്കെ. നിങ്ങൾ വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് അല്ലെ? ക്ലിയർ. ഇവർക്ക് ഒരു മോനുണ്ടായിരുന്നു. ആ മോന് 25-ാമത്തെ വയസ്സിൽ, അതായത് ഇവർ വിവാഹം കഴിച്ച് 8 വർഷം കാത്തിരുന്ന് കിട്ടിയ കൊച്ച് ഒരു ആക്സിഡന്റിൽ സ്വർഗത്തിൽ പോയി. ഇവരുടെ ജീവിതം കംപ്ലീറ്റ് തകർന്നു പോയി. ഇനി ജീവിതം വേണ്ടെന്ന് വിചാരിച്ച ആത്മഹത്യക്ക് ഇവർ തയ്യാറായി നിൽക്കുന്ന സമയം ഞാനും ജിജിയായിട്ടുള്ള ഏതോ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇവര് ഞങ്ങളെ കോൺടാക്ട് ചെയ്തു, എൻ്റെ അടുത്ത് വന്നു. അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ കയ്യെ പിടിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, എനിക്ക് എൻ്റെ അപ്പനും അമ്മയൊന്നും ശുശ്രൂഷിക്കാൻ ജീവിതത്തിൽ പറ്റിയിട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നവൾ എൻ്റെ അപ്പനും അമ്മയെ പോലെ ഞാൻ കൂടെ നിർത്തിക്കോളാം, നിങ്ങൾ ഇവിടെ നിൽക്കുക, മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു. അന്ന് മുതൽ അവരെൻ്റെ കൂടെ ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇനി എങ്ങനെയാണ് ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടായെന്ന് ഞാൻ പറയാം. 2018 പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് വിദേശ പ്രോഗ്രാമുകൾ നടത്തി വന്ന് കുറച്ച് കാശ് കൊണ്ട് എൻ്റെ വീട് പുതുക്കി പണിത് ബാക്കിയുള്ള കുറച്ച് കാശും യൂട്യൂബ് ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് വരുമാനമുണ്ട്. അത് വെച്ചിട്ട് ഈ നാട്ടിൽ തന്നെ കൊമ്പത്ത് കടവ് എന്ന് പറയുന്ന സ്ഥലത്ത്, ചാലക്കുടിയിലെ കൊമ്പത്ത് കടവ്, സുലോചന എന്ന് പറയുന്ന ഒരു വൃദ്ധ, അവരുടെ മോള്, ഭർത്താവിൻ്റെ മോൾക്ക് 2 കുഞ്ഞുങ്ങൾ, ഇവർ ഒരു ടാർപ്പാളി ഷെഡിൽ മഴയത്ത് കിടക്കുന്ന ഫോട്ടോ ഒരു പത്രത്തിൽ കണ്ടു. ഞാൻ അജുവിനെ ഏൽപ്പിച്ചു. ഇവൻ അന്ന് വണ്ടി ഓടിക്കുന്ന ആളാണ്. മോനെ നീ ഒരു കാര്യം ചെയ്ത് ആ വീട് സത്യമാണെന്ന് അന്വേഷിക്കും, നമുക്കൊരു വീട് പണി കൊടുക്കാം. ഒരാളുടെ സഹായമില്ലാതെ അജുവും അന്ന് കോൺട്രാക്ടറിന്റെ പേരെന്തായാലും അപ്രേം കോൺട്രാക്ടറും നിന്ന് ആ വീട് പണി കൊടുത്തു. അജു ആണെന്ന് എൻ്റെ അടുത്ത് പറയുന്നത്, ബ്രദറിന് ലോകം മുഴുവനും പോകുന്നു, ആളുകൾ അറിയാം, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയ കുറച്ച് കൂടുതൽ നന്മ ചെയ്തുകൂടെയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു അതിന്റെ പേപ്പർ വർക്ക് ചെയ്തോളാൻ പറഞ്ഞു. ഈ പാവം മജു ആണ്
ട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മുഴുവൻ ബയോലോസും നെറ്റിൽ നിന്ന് പരതിയെടുത്തും പല അഡ്വക്കേറ്റ്മാരെ പോയി കണ്ടും എല്ലാം റെഡിയാക്കി. അന്ന് ഞാൻ ഇവനെ അതിലൊരു മെമ്പർ ആക്കണമെന്ന് മനസ്സിൽ ഭയങ്കര കൊതിയായിരുന്നു. പക്ഷേ എൻ്റെ ഭാര്യയുടെ അപ്പൻ അമ്മ കംപ്ലീറ്റ് എതിർത്തതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതാണ് സത്യം. ഓർമ്മയുണ്ടല്ലോ. അപ്പം കാരണം അവർ പറഞ്ഞത് ഡ്രൈവറിനെ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് മെമ്പർ ആക്കുന്നതെന്ന് ചോദിച്ചാൽ വഴക്കുണ്ടാക്കിയത്. പിന്നെ ഞാൻ ഇവനോട് പറഞ്ഞു സോറി ഇതാ. ഇവൻ ഒരുപാട് തെറി വിളിക്കുകയും വഴക്കുറയൊക്കെ അന്ന് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് ജനം അറിയേണ്ട ഒരു കാര്യമാണ്. ഇതാണ് അജു. ഇനി സുലേഖയും അതുപോലെ തന്നെ ദേവസ്യ ആന്റണി മാഷും എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവരെങ്ങനെയാണ് വന്നതെന്ന്. ഇവർക്കെന്തോ ഇൻഷുറൻസ് കിട്ടിയ ഒരു 10-15 ലക്ഷം രൂപ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. ജിജിയും ജിജിയുടെ മാതാപിതാക്കളും ഇവരെ പ്രലോഭിപ്പിച്ച് നിങ്ങളെ ട്രസ്റ്റിലെ മെമ്പർ ആക്കാമെന്നും പറഞ്ഞ് 15 ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങി. മൈക്ക് മാഷിന് കൊടുക്കും. മാഷ് അത് പറയട്ടെ. വാങ്ങിയതല്ലേ മാഷ? പൈസ വാങ്ങിയതാണ്. അത് വാങ്ങുമ്പോൾ പിലാർമുടിയിൽ ആദ്യമായിട്ട് സ്ഥലം, അത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ടാണ് സംസാരിച്ച് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്ന് സ്ഥലം കാണുമ്പോൾ ആ സ്ഥലം വാങ്ങുമ്പോൾ നമുക്ക് പകുതി എന്നും പറഞ്ഞാണ് ആദ്യം വാങ്ങിയത്. പിന്നീട് പറഞ്ഞു നമുക്ക് അത് പകുതി പറ്റില്ല, ഞങ്ങളെ ട്രസ്റ്റ് മെമ്പർ ആക്കാം എന്ന് പറഞ്ഞിട്ടാണ് അത് ആദ്യമായിട്ട് അവിടെ സ്ഥലം വാങ്ങുന്നതും. ഞങ്ങൾ 4 പേര്, സുലേഖ, ഞാൻ, മാരിയോ, ജിജി, 4 പേര് അവിടെ ഒരു കല്ലിന്റെ ചുറ്റും ഇരുന്ന് സംസാരിച്ചിട്ടാണ് ആദ്യത്തെ തീരുമാനം. പിന്നീട് അവര് അതെല്ലാം നിങ്ങൾ ഒഴിവാക്കിയിട്ട് ട്രസ്റ്റ് കുടുംബം കൊണ്ടുപോയി അല്ലേ? എന്നിട്ട് ആ കാശ് കുറ്റബോധം വന്ന ഞാൻ എന്ത് ചെയ്തു? മാരിയോ എനിക്ക് ആ പണം തിരിച്ചു തന്നു. അത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അന്നേരം തിരിച്ചു. ഞാൻ പറഞ്ഞു തിരിച്ചു തരാൻ ബുദ്ധിമുട്ടാണ്, തിരിച്ചു തരണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതല്ല, അത് എൻ്റെ കടപ്പാടാണെന്ന് പറഞ്ഞ് തിരിച്ചു തന്നു. ഇനി ട്രസ്റ്റ് തുടങ്ങുമ്പോഴേക്കും ഭാര്യ ഭയങ്കര ബഹളം വെച്ച്, ഭാര്യ, അവളുടെ അപ്പൻ, അവളുടെ അമ്മ, ഞാൻ പറഞ്ഞത് ഫാമിലി ട്രസ്റ്റ് ആകും, പൊതു ഫണ്ടൊന്നും സ്വീകരിക്കാൻ പറ്റില്ല, ഫാമിലി ട്രസ്റ്റ് പറ്റൂലെന്നും പറഞ്ഞ് ബഹളം വെച്ചപ്പം ഞാൻ അവളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു ആൺ സുഹൃത്ത്, വളരെ അടുത്ത, അതായത് എന്നെക്കാൾ അധികം പലപ്പോഴും അവനെ വിശ്വസിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ആൽബിയൻ കുഞ്ഞുമോൻ എന്ന് പറയും, കോട്ടയംകാരനാണ്. അവനെ പേരിനെടുത്തിട്ടു, പേരിന് ഒരാൾ മാത്രം. അവന്റെ ഒരു പ്രത്യേകത, ജിജി എന്ത് പറയുന്നു അത് മാത്രമേ അവിടെ ചെയ്യുള്ളൂ. അപ്പോൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയി തുടങ്ങിയപ്പോഴേക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് പിന്നെ ഞാൻ സഹിച്ചു. എൻ്റെ ഭാര്യയല്ലേ. മാത്രമല്ല അതിന്റെ രജിസ്ട്രേഷന്റെ അന്ന് രജിസ്ട്രാർ ഈ പേപ്പർ വായിക്കുമ്പോൾ കേൾപ്പിക്കുമല്ലോ, അന്നേരം പറയുന്നത് മാനേജിംഗ് ട്രസ്റ്റിക്കും ജോയിന്റ് മാനേജിംഗ് ട്രസ്റ്റിക്കും തുല്യ അധികാരം ഉണ്ടായിരിക്കുന്നു. പെട്ടെന്ന് ഷോക്കായിപ്പോയി. ഞാൻ അജുനെ നോക്കി, എൻ്റെ കൂടെ ഉള്ളവരെല്ലാം തിരിച്ചു മറിച്ച് നോക്കി, ഇതെന്താ ഞാൻ പറയാത്ത കാര്യം വന്നതാണ്. അപ്പോഴാണ് അറിയുന്നത് ഇവളുടെ ഒരു അനുജത്തിയുണ്ട്, ഷീജ, ആലപ്പുഴയാണ് കെട്ടിച്ചത്. ഭർത്താവിന്റെ പേര് സേവിച്ചൻ എന്നാണ്, ദുബൈയിലാണ്. സേവിച്ചൻ, ഫോട്ടോ ഞാൻ ഇവിടെ ഇടാം. ഇവൻ ഈ ഡീഡിൽ ഇങ്ങനെ ഒരു ക്ലൂ വെച്ച് തിരുത്തി എന്നെ കാണിക്കണ്ടെന്ന് ജിജിയോട് പറഞ്ഞു. രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് ഞാനതാണ്. അങ്ങനെ ഒരു ചതി തുടക്കത്തിൽ സംഭവിച്ചും പോയി. പോട്ടെ. ഇത് കഴിഞ്ഞ് കോവിഡ് കാലമായതുകൊണ്ട് ഇഷ്ടംപോലെ മരുന്ന് കൊടുക്കുന്നു, ഇഷ്ടംപോലെ വീടുകൾ പണിയുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്തു, ഒരുപാട് നന്മ ചെയ്തു. പക്ഷെ മനസ്സിൽ ഇവരെ ഓർത്തുള്ള വേദന എനിക്കെന്നും ഉണ്ടായിരുന്നു. ആദ്യത്തെ ചതി അതാണ് നിങ്ങൾ അറിയേണ്ടത്. 2023 ജിജിയുടെ അപ്പന്റെ അനിയത്തിയുടെ മോൻ എന്ന് പറഞ്ഞാൽ അവളുടെ കസിൻ സന്തോഷ് ജോർജ് AC, തിരുവനന്തപുരം. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനുമായി നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്പം കൂടുതൽ അടുപ്പം ഉണ്ടെന്ന് പറഞ്ഞു. പയ്യന്റെ പേര് ഞാൻ പറയുന്നില്ല, ഫോട്ടോ കാണിക്കുന്നില്ല, എനിക്ക് അവൻ മകനെ പോലെ. പക്ഷെ ഇച്ചിരി അടുപ്പം കൂടിപ്പോയി, അവരൊന്നിച്ച് ഒരുപാട് വാഹനത്തിൽ സഞ്ചരിക്കുന്നു, അതൊക്കെ ഒന്ന് നിയന്ത്രിക്കണം. ഞാൻ നിയന്ത്രിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ, അവരൊന്നിച്ച് ലേറ്റായിട്ടൊക്കെ യാത്ര ചെയ്യുന്നത് നിയന്ത്രിക്കാൻ ചെന്നപ്പോൾ അവനും അതനുസരിച്ചില്ല, ജിജിയും അനുസരിച്ചില്ല. അപ്പൊ ജിജി ചോദിച്ചു, നിങ്ങൾ എന്താ ഇത്ര സംശയിക്കുന്നു? അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് നിന്റെ സ്വന്തം കസിൻ സന്തോഷാണ് എന്നോട് ഈ വിഷയം പറഞ്ഞെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ജിജി ഓഫീസിൽ വന്നിട്ട് ചെയ്ത പണി, സന്തോഷിന് ഒറ്റ അടിയിൽ അവന്റെ ചെവി പൊട്ടി ചോര പുറത്തിട്ടല്ലേ ഒഴുകി. ഇവൻ നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കിടന്ന് MLC ആക്കി, കേസാക്കി. കൊരട്ടി സ്റ്റേഷനിൽ എത്തിയപ്പോൾ എന്നെ അറിയാവുന്ന സ്റ്റേഷനിലെ പോലീസുകാരൊക്കെ കണ്ണീരോടെ പറഞ്ഞു, ബ്രദറെ, ഇത് പുറത്തിറങ്ങ നിങ്ങളുടെ ഫിലോക്കാലിയ പ്രസ്ഥാനം മുളയിലേ നുള്ളിപ്പോകും, ഇതെങ്ങനെയെങ്കിലും പുറത്തുനിന്ന് ഒത്തുതീർക്കണം എന്നുള്ള എല്ലാ പോലീസുകാർ യൂണിവേഴ്സിറ്റി പറഞ്ഞു. ഒത്തുതീർപ്പാക്കാൻ ജിജി അവൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല. അവൻ കസിനാണല്ലോ, കളിക്കൂട്ടുകാരെ ഒന്നിച്ച് വളർന്നതാണ്. അവൻ പറഞ്ഞ 5 ലക്ഷം രൂപ തരണം. ജിജി എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു 5 ലക്ഷം രൂപ കൊടുക്കാം. ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിലില്ല. അവൾ പറഞ്ഞ ട്രസ്റ്റിന് കൊടുക്കണം. ഞാൻ പറഞ്ഞു പറ്റില്ല, ട്രസ്റ്റിന് കൊടുക്കില്ല. നീ ഒരാളെ തല്ലി പൊട്ടിച്ചിട്ട് അതിന് കോമ്പൻസേഷൻ ഈ കഞ്ഞി കുടിക്കാതെ സേവ് ചെയ്ത് ജനങ്ങൾ 50 രൂപ 100 രൂപ 1000 രൂപ ഇടുന്ന ട്രസ്റ്റിൽ നിന്ന് 5 ലക്ഷം കോമ്പൻസേഷൻ കൊടുക്കാൻ ഞാൻ സമ്മതിക്കുന്നുണ്ട്. അന്ന് മാഷിദിനൊക്കെ സാക്ഷിയാവും അല്ലെ? ഈ അടി ടീച്ചറെ പറഞ്ഞു 22-ൽ 23-ലായിരുന്നു. 22-ൽ. ഓക്കെ, സോറി കേട്ടോ, വർഷം മാറിപ്പോയി. അവർ പറയുന്നത് 22-ലാണ് സന്തോഷിന് ചോര വന്നതും എല്ലാം ഇവരെല്ലാം നമ്മുടെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഈ 5 ലക്ഷം ഇവരെങ്ങനെ കൊടുത്തെന്നറിയോ? ജിജിയും അക്കൗണ്ടന്റും ഈ ജിജിക്ക് ഇഷ്ടമുള്ള ഓഫീസിലെ അന്നത്തെ ആ പയ്യനും ചേർന്ന് ഒരു ചെക്കിനകത്ത് എൻ്റെ കള്ള ഒപ്പിട്ട്, 1 അല്ല 2 ചെക്കിൽ 2.5 ലക്ഷമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതെല്ലാം തെളിവ് സഹിതം പിന്നീട് പുറത്തു വരുന്നതാണ്. ചെക്ക് ലീഫിന്റെ നമ്പർ അടക്കം
എന്റെ കള്ള സൈൻ ഇട്ടു. അതെങ്ങനെയാ കള്ള സൈൻ ഇട്ടെന്ന്, ഇവർ കള്ള സൈൻ ഇടുന്നത് ഈ ചെക്കിലിടുന്നതല്ല, അല്ലാതെ ഓഫീസിലിടുന്നത് കണ്ട ഒരാളുണ്ട്. ഇത് ഇവിടെ ഇരിപ്പുണ്ട്, മൈക്കൊന്ന് കൊടുത്ത്. ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടത് എങ്ങനെയാണെന്നറിയോ? ഒന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ചെയ്തെന്ന്. വേറെ പേപ്പറിലുള്ള സിഗ്നേച്ചർ വെള്ളം നനച്ച് അതിലേക്ക് വെച്ച് അമർത്തി വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഒരു കല അവിടെ വീഴുമ്പോ അതിനകത്ത് കൂടെ ഇവര് സൈൻ ചെയ്യാണ്. ഞാൻ ചോദിച്ചു വന്ന് എന്തെങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ പറഞ്ഞു ഇത് ഇവർക്കൊക്കെ അറിയാം, കാരണം ഇവിടെ സാറില്ലാത്തപ്പോ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. യെസ്, അന്നത്തെ അക്കൗണ്ടന്റ്. അങ്ങനെ കാശ് മറിച്ചപ്പോ ഞാനും ജിജിയും നല്ല വഴക്കായി. വഴക്കായി ഒരു മാസത്തോളം ഞാൻ തമിഴ്നാട്ടിൽ പോയി താമസിച്ചു. സത്യം പറഞ്ഞ മാഷിനും ടീച്ചറിനും അറിയാം, എനിക്ക് പറ്റിയില്ല. കാരണം ഇത് അവള് കള്ള ഒപ്പിട്ടതിനേക്കാളുപരി പാവപ്പെട്ടവരുടെ വേർപ്പിന്റെ കാശെടുത്താണ് എന്നെ സങ്കല്പിച്ചത്. ഞാൻ എൻ്റെ ഭാര്യയാണ്, പറയാൻ പാടില്ല, ഞാൻ മറച്ചു വെച്ചു എൻ്റെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യാൻ. അത് ഞാൻ ചെയ്ത തെറ്റ്, സോറി. ഇത് കഴിഞ്ഞിട്ട് 2023 ആയപ്പോഴേക്കും ഞാനൊരു തീരുമാനം എടുത്തു, ഇങ്ങനെ പോയാൽ പറ്റൂല, ഇവർ ഒരുപാട് മോഷ്ടിക്കുന്നത് പിന്നെ പറയാം, എന്തൊക്കെ മോഷ്ടിച്ചു എന്നുള്ളത് പറയാം. തടുക്കണമെങ്കിൽ കുടുംബത്തിന്റെ ആധിക്യത്തിൽ നിന്നും ട്രസ്റ്റിനെ മോചിപ്പിക്കണം. അതിന് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് പകരം സെൻട്രൽ ഗവൺമെന്റിന്റെ രജിസ്ട്രേഷൻ NGO കമ്പനി ആക്ടിവേറ്റ് ചെയ്യണം. ₹1 തൊട്ട് കളിക്കാൻ നടക്കാൻ പറ്റില്ല. ഓൺ ദ സ്പോട്ടിൽ സൈറ്റിൽ എന്തായി പോകും, കമൻസിങ് നടക്കാതായി പോകും, അതിന് കംപ്ലയിൻസ് ആകും, സംഭവം പ്രശ്നം. ഇതേ നടക്കുള്ളൂ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോഴേക്കും ജിജി ഭയങ്കര ബഹളം, പുറത്തുനിന്ന് ഒരാളെ എടുക്കാൻ. ഞാൻ അജ്മലിനെ മാഷിന്റെ പേര് പലകുത്തനെ പറഞ്ഞു. അവസാനം അങ്ങനെ രജിസ്റ്റർ ചെയ്തത് ജിജി, ഞാൻ, അവളുടെ അമ്മ. വീണ്ടും നോക്ക്, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. 1 വർഷം ഞാൻ ഈ NGO ആക്റ്റീവ് ആക്കാതെ മരവിപ്പിച്ചിട്ടു. കാരണം ആക്റ്റീവ് ആക്കിയിട്ട് കാര്യമില്ല, കുടുംബം തന്നെയാണ് വീണ്ടും കൈയിട്ട് വരും. അവസാനം 1 വർഷം കഴിഞ്ഞത് കമൻസ് ചെയ്യാൻ ടൈമായപ്പോൾ വക്കീൽ പറഞ്ഞു എന്നാൽ ഇത് വൈൻഡപ്പ് ചെയ്തേക്കാം. അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ ഞങ്ങൾ 3 പേരും രാജി അപ്ലോഡ് ചെയ്യാൻ കൊടുത്തപ്പോൾ വക്കീൽ എന്നോട് ചോദിച്ചു, ബ്രദറെ, ഫിലോകാലിയ ഫൗണ്ടേഷൻ എന്നുള്ള പേര് ഒരിക്കലും കിട്ടില്ല, അതുകൊണ്ട് താങ്കൾ ഒരു കാര്യം ചെയ്യും, അവരുടെ രാജി സ്വീകരിച്ച് അവരെ പുറത്താക്കിയിട്ട് താങ്കൾക്ക് വിശ്വാസമുള്ള 2 പേരെ എടുക്കാൻ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ അജ്മലിനെ പറഞ്ഞു പറ്റിച്ചതാണ് ട്രസ്റ്റിലെടുക്കാന്ന്, മാഷിനെ പറഞ്ഞു പറ്റിച്ചതാണ്, 15 ലക്ഷം രൂപ മേടിച്ചാണ് ഞാൻ തിരിച്ചടക്കേണ്ടതെന്നാണ്. ഇവരുടെ പേര് കൊടുത്തു, അത് രജിസ്റ്റർ ചെയ്തു. അന്ന് തുടങ്ങി ജിജിയും ഞാനും തമ്മിലുള്ള മൂർച്ചയേറിയ വഴക്ക്. പക്ഷെ ഇതൊന്നും പുറത്ത് ഞാൻ പറഞ്ഞില്ല, ആരോടും പറയാൻ പോയില്ല. കാരണം എൻ്റെ കുടുംബം നമ്മൾ മലനാടുന്ന ഒരു സ്ഥാനത്ത് പറഞ്ഞ പോലെയല്ലോ, കല്ലുകുത്തി നാട്ടിക്കുന്നത് എന്തിനാന്ന് വിചാരിച്ചു. എൻ്റെ മക്കള് 2 പെൺപിള്ളേരാണ്, വേണ്ടിയില്ല, അവർക്കൊക്കെ അറിയാൻ പറ്റും. കഴിഞ്ഞ ഈസ്റ്റർ സമയം, ഇതാണ് പ്രധാന പോയിന്റ് ശ്രദ്ധിക്കുന്നത്. കഴിഞ്ഞ ഈസ്റ്റർ സമയം ഞാനൊരു കാര്യം അറിയാണ്, എൻ്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കോൺവെന്റ് 4000-ലധികം സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 9 ബെഡ്റൂം ഉണ്ട്, 9നും അറ്റാച്ച്ഡ് ബാത്റൂമാണ്, 2 നിലയിലും വലിയ ഹോളുണ്ട്, 2 വലിയ കിച്ചൺ ഉണ്ട്. അത് നാഷണൽ ഹൈവേ എന്ന് വാക്കബിൾ ഡിസ്റ്റൻസ്, റെയിൽവേ സ്റ്റേഷനിൽ വാക്കബിൾ ഡിസ്റ്റൻസ്, ബസ് സ്റ്റാൻഡിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ്, ഇതിനേക്കാൾ ഉപരി എയർപോർട്ട് 10-15 കിലോമീറ്റർ ഉള്ളൂ. എങ്ങനെ പോയാലും ആ ബിൽഡിങ്ങിന്റെ വില എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു 1.5 കോടി 2 കോടി രൂപ. ഇത് ജിജി എടുത്തത് ജിജിയുടെ അനുജൻ സജോയ് എന്ന ആളുടെ പേരിലാണ്. സ്വന്തം അനുജൻ, ഒറ്റ അനിയനുള്ള സജോയ്, അവൻ കുവൈറ്റിലാണ്. അവന്റെ ഭാര്യയാണ് നമ്മുടെ റിസപ്ഷനിസ്റ്റ് റിങ്കു. ഞാൻ ഫോട്ടോ ഇട്ടേക്കാം, നിങ്ങളെല്ലാം ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്ന ആളാണ്. ആൾക്കും ശമ്പളത്തിനാണ് ഇവിടെ ജോലി ചെയ്യുന്നത്, വെറുതെ വന്നിട്ടൊന്നുമല്ല കേട്ടോ. ഇവരെല്ലാം അങ്ങനെയാണ്. എന്തോ ആവട്ടെ, സംഭവിച്ചത് ഈ ബിൽഡിംഗ് വാങ്ങിയതിനെ ഞാൻ ജിജിയോട് ചോദ്യം ചെയ്തു, നീ അല്ലേ കാശ് മുടക്കിയത്, എങ്ങനെ അവൾ കാശ് മുടക്കിയെന്നുള്ളത് എൻ്റെ വേദന പറയാണ്. സോറി കേട്ടോ. ഈ വയനാട്ടിലെ പ്രൊജക്റ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ വിദേശത്ത് നിന്ന് രാവും പകലും പണിയെടുക്കുന്ന മലയാളികൾ, എനിക്ക് നിങ്ങളോട് ഭയങ്കര ബഹുമാനം, ഭയങ്കര ഇഷ്ടമാണ്. കാരണം നിങ്ങളുടെ കഠിനാധ്വാനം പല രാജ്യത്തും ഞാൻ വന്ന് കണ്ടിട്ടുണ്ട്. രാവിലെ ഭാര്യ ജോലിക്ക് പോകുന്നു, ഉച്ചയ്ക്ക് ഭർത്താവ് പോകുന്നു, വീണ്ടും വൈകുന്നേരം ഭാര്യ പോകുന്നു, രാത്രി എന്നിട്ട് കൊച്ചുങ്ങളെ വഴിയിൽ വെച്ച് കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടൊക്കെ നിങ്ങൾ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ വേദന അറിയാം. അങ്ങനെ നിങ്ങൾ അധ്വാനിച്ച് കിട്ടുന്ന ഞായറാഴ്ച നിങ്ങൾ ഓവർ ടൈം ചെയ്ത് അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്ത് നിങ്ങൾ സമ്പാദിക്കുക. എന്നിട്ട് എല്ലാ ആഴ്ചയെന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഇടവകകളിലും നിങ്ങളുടെ അമ്പലത്തിലും നിങ്ങളുടെ മസ്ജിദിലും ഒക്കെ നാട്ടിൽ നിന്നുള്ള ഗുരുക്കന്മാരൊക്കെ വന്ന് ഓരോ കാര്യം പറഞ്ഞ് നിങ്ങളോട് ചോദിക്കുമ്പോൾ ഒരാൾ മടി കാണിക്കാതെ കാശ് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന നിങ്ങൾ ട്രസ്റ്റിലേക്ക് കാശ് അയക്കാൻ നോക്കി. അപ്പൊ ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ നേരിട്ടിടാൻ പറ്റില്ല, കാരണം ഇതിന് FCRA ലൈസൻസ് ഇല്ല. അങ്ങനെ പെട്ട കുറെ കുടുംബങ്ങൾ മാരിയോ ബ്രദറിന്റെ ഭാര്യയല്ലേ എന്ന് വിചാരിച്ച് എൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് കാശ് കൊടുത്തു. എത്ര രൂപ വന്നെന്നോ ആര് കൊടുത്തെന്നോ എന്ത് ചെയ്തെന്നോ എനിക്കൊരു ഇൻഫർമേഷൻ ഇല്ല. മാനേജിങ് ട്രസ്റ്റിയാണ്, ഈ കുടുംബക്കാർ തീരുമാനിക്കും. മാത്രമല്ല അവൾക്ക് വേണ്ടപ്പെട്ട അവളുടെ അമ്മയുടെ അക്കൗണ്ട് കൊടുത്ത് കാശ് സ്വീകരിച്ചു എന്ന് ഞാൻ അറിയാൻ ഇടയായി. അപ്പൻ്റെ അക്കൗണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല, അത് റിങ്കുവിൻ്റെ അക്കൗണ്ട്. ഇങ്ങനെ ഇവൾക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ അക്കൗണ്ട് കൊടുത്തിട്ട് വിദേശത്ത് നിന്ന് കാശ് സ്വീകരിച്ചു. അപ്പം ആരെയും സ്വീകരിച്ചില്ലെന്ന് ചോദ്യം വരും. ഞാനും സ്വീകരിച്ചിട്ടുണ്ട്. അതൊന്നെങ്കിൽ ട്രസ്റ്റിൽ നേരെ ഇട്ടു, അല്ലെങ്കിൽ അത് നേരെ എടുത്തിട്ട് ജനങ്ങൾക്ക് സേവനം ചെയ്തു കൊടുത്തു. അതിന്റെ തെളിവ് അറിയണമെങ്കിൽ കഴിഞ്ഞ വർഷം, അതായത് 2024 ED നേരിട്ട് എന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിലേക്ക് എറണാകുളം വിളിപ്പിച്ച് എൻ്റെ മുഴുവൻ അക്കൗണ്ടും പരിശോധിച്ച് അതിന്റെ തെളിവുകൾ മുഴുവൻ കൊടുത്ത് ക്ലിയർ ചെയ്താണ് നെഞ്ചു വിരിച്ചിരുന്ന് കയ്യും തുറന്നിരുന്നിട്ട് എനിക്കിത് പറയാൻ പറ്റുന്നത്. അവൾ ഇങ്ങനെ ആ കാശ് ഉപയോഗിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 1 കോടിയുടെ മേളിൽ ബിൽഡിങ്ങിനുണ്ട്, ഒരു 50 ലക്ഷം ബ്ലാക്കിൽ പോയി കാണും, ഒരു 10, 30, 40 ലക്ഷം അതിന്റെ ഫെയർ വാല്യൂ അങ്ങനെ എന്തോ കാണിച്ചിട്ട് ചലക്കച്ചവടത്തിൽ അങ്ങനെയൊക്കെയാണല്ലോ നടക്കാറ്, നിങ്ങൾക്കറിയാം.
ഇനി അവള് ചെയ്ത് വേറൊരു ക്രൂരത, ഇതും അനിയന്റെ പേരിൽ വാങ്ങിയിട്ടിട്ട് ആ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ബോർഡ് വെച്ചെന്നോ ഫിലോകാലിയ ഫൗണ്ടേഷന്റെ എംബ്ലം കൊണ്ടുപോയിട്ട്. അല്ല ഇപ്പോഴും അത് അവിടെ ഇല്ലേ? നിങ്ങൾ പറ. ജനം കണ്ട എന്ത് വിചാരിക്കും? പറഞ്ഞോ. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഈ പറയുന്ന ആരാന്നറിയാം, നമ്മുടെ സ്റ്റാഫാന്ന് ഓർക്കണം അറിയുന്നത് അനിയന്റെ പേരിലാണ്. വെറുതെ അല്ല മുഴുവൻ സ്റ്റാഫുകളും ഒറ്റ രാത്രി എന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്. ഇവരെല്ലാം സ്റ്റാഫുകൾ, കുറച്ച് സ്റ്റാഫ് ഇപ്പൊ ഇവിടെ ഇല്ല. ബാക്കി സ്റ്റാഫ് ഒരാളുടെ ആരോ മരിച്ചിട്ട് പോയി, വൈശാഖിന് അങ്ങനെ പറ്റി, അങ്ങനെ 3 സ്റ്റാഫ് ഇപ്പൊ ഇവിടെ 3-4 സ്റ്റാഫ് കുറവുണ്ട്. അവർക്ക് എത്താൻ പറ്റാത്തതുകൊണ്ടാണ് എല്ലാവരും ഇനി പോകുന്നത്. അവിടെ ഇപ്പോൾ ഓഫീസിൽ ആരുണ്ടെന്ന് ചോദിച്ചാൽ ജിജിയും ജിജിയുടെ ഈ ബിൽഡിംഗ് വാങ്ങിയ അനിയന്റെ ഭാര്യയും ജിജിയുടെ അപ്പനും അവിടെ പോയിരിക്കും. ഇനി അടുത്തത്, ജിജിയുടെ അപ്പൻ ആഴ്ചയിൽ ഒരു ദിവസം അവിടെ കയറി വരും. വരുമ്പോൾ കാലി കൈയോടെ വരും. കുറച്ചു നേരം ക്യാബിനിൽ നിന്ന് ജിജിയോട് സംസാരിച്ച് ഇറങ്ങി പോകുമ്പോൾ ഒരു ചെറിയ കവർ കാണും, കുറച്ച് കാശ്. മാഷ് കണ്ടിട്ടുണ്ടോ? എന്താ ചിരിക്കുന്നത്? അല്ല കണ്ടതല്ലേ, എല്ലാവരും കാണുന്ന കാര്യം. എന്നിട്ട് പോയിട്ട് നേരെ ചാലക്കുടി KSFയിൽ മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും പേരിൽ ചിട്ടി ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര ചിട്ടിയുണ്ട്? ഇതൊന്നും ഞാൻ പോയി തെളിവെടുത്തിട്ടൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, കുറെ ചിട്ടിയുണ്ട്. ഇതൊക്കെ മാധ്യമത്തിന്റെ ധർമ്മമാണ് എന്നെ അന്ന് അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളത്. മാധ്യമങ്ങളുടെ ധർമ്മമാണ് ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തുക എന്നുള്ളത്. എനിക്ക് പറ്റുന്നില്ല, ഐ എം ഹെൽപ്ലെസ്. ഇപ്പൊ ജിജി എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഈ ഈസ്റ്ററിന്റെ തലേന്ന് ഈ ബിൽഡിങ്ങിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ അവള് ഒരു പീച്ചാത്തി എടുത്ത് ഓടിങ് വന്ന് എന്റെ നെഞ്ചത്ത് കുത്താൻ, തന്നെ ഞാൻ കുത്തി കൊല്ലൂടാന്ന് പറഞ്ഞു. ആഞ്ഞ് കുത്തുന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അങ്ങ് തെന്നി മാറിയതും എന്റെ കയ്യിൽ കത്തി കൊണ്ട് ഒരു വലിയ ആ പാടവിടെ ഇല്ലേ, ഒന്ന് കാണിച്ചു കൊടുക്കാം, കണ്ടോ? കുത്തുകൊണ്ട് ഞാൻ ചോരയോടെ ഓടി കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ചെന്ന് പോലീസുകാരോട് കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പത്രത്തിലെല്ലാം വരുന്നത് എങ്ങനെയായിരിക്കുന്നത്, മദ്യലഹരിയിൽ ജിജി ഭർത്താവിനെ കുത്തി കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ ജീവിതം തീരും, എല്ലാം തീർന്നു പോകും, അതുകൊണ്ട് ദയവ് ചെയ്ത് കേസാക്കണ്ട എന്ന് പോലീസ്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ആക്കണമെങ്കിൽ ഇവിടെയല്ല, നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ആ സ്റ്റിച്ചൊന്ന് ഇടിച്ചിട്ട് MLC ആക്കി കേസാക്കിക്കോളാം. ഞാൻ എൻ്റെ മക്കളെ ഓർത്തു, ഭാര്യ ഓർത്തു, ചെയ്തില്ല. മറിച്ച് ഞാൻ ചെയ്തതെന്നറിയും, ജിജിയെ ഒന്ന് ഭയപ്പെടുത്താമെന്ന് കരുതി ഞാൻ സുനിൽ ജോസ് എന്ന് പറയുന്ന ചാലക്കുടിയിൽ ഒരു വക്കീലിനെ കണ്ട് ഒരു വക്കീൽ നോട്ടീസ് അവർക്ക് അയപ്പിച്ചു. ആ വക്കീൽ നോട്ടീസിൽ ഒരു സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു, ഇനി മുതൽ നിങ്ങൾ ഇങ്ങനെ ദേഹോപദ്രവം ചെയ്യുന്നത് കൊണ്ട് മാരിയോ നിങ്ങളുടെ വീട്ടിൽ താമസിക്കില്ല, ഡിവൈൻ ധ്യാനകേന്ദ്രത്തിനായിട്ട് വീട്ടിൽ താമസിക്കില്ല, ആള് പിലാർമൊഴിയിലുള്ള അക്കാഡമിയിലായിരിക്കും താമസിക്കുക, ആ പ്രിമേസിൽ പോയി നിങ്ങൾ ഒരിക്കലും മാരിയോയെ ഉപദ്രവിക്കരുത് എന്ന് വക്കീൽ നോട്ടീസിൽ കൊടുക്കുകയും ചെയ്തു. വക്കീൽ നോട്ടീസ് വായിച്ചവർക്കൊക്കെ അതറിയാം, എല്ലാവർക്കും അതറിയാം. ഇത് കൊടുത്തിട്ടും ഇപ്പൊ സംഭവിച്ചത്, കുറച്ച് ദിവസം മുമ്പ് ഒരു ദിവസം ഞാൻ ജിതിയോട് പറഞ്ഞു, നീയും കുടുംബക്കാരും ഇങ്ങനെ പാവപ്പെട്ടവരുടെ കാശ് എടുത്താൽ അത് നമ്മുടെ മക്കൾക്ക് ശാപമായിട്ട് മാറും, നമ്മളെല്ലാം തകർന്നു പോകും, എനിക്കത് പറ്റുന്നില്ലടാ. ഞാൻ ചാരി ഈറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് ചെറിയ സൂത്രം കാണിക്കുന്ന ട്രസ്റ്റുകാരെ തമാശയിൽ കളിയാക്കിയതിന് വേണ്ടി സൊസൈറ്റിയിൽ നിന്ന് ഒത്തിരി തെറി കേട്ടവനാണ്. അതേ ഞാൻ തന്നെ അവസാനം അങ്ങനത്തെ ഒരു ട്രസ്റ്റ് നടത്തേണ്ടി വരുന്നതിന് ദുഃഖമുണ്ട്. അതുകൊണ്ട് ഞാനൊരു കംപ്ലൈൻറ്റ് നിനക്കെതിരെ ഞാൻ പറയും ഇൻകം ടാക്സിൽ എന്ന് പറഞ്ഞു. കാര്യം ഈ വർഷം അവർക്ക് 4 ലക്ഷം രൂപ എന്തോ ടാക്സ് കെട്ടണമെന്നെന്തോ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവള് വൈലൻ്റായി, പേരൻസും വൈലൻ്റായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞപ്പോൾ 2 കാറിൽ ഒരു 8 പേര് അവിടെ വന്നു. പക്ഷെ പറമ്പിൽ പണിക്കാരുള്ളതുകൊണ്ട് ഭായിമാരുള്ളതുകൊണ്ട് അവർ പോകാൻ ഇവർ പുറത്തു പോയി വിളിച്ചു. പോയി കഴിഞ്ഞ് ഇവർ ഇറച്ചിങ് വന്നു ആ വീട്ടിലേക്ക്. ഞാൻ തന്നെ നിട്ട്, അത് ഗ്ലാസ് ആണ് ഡോറ്. ഞാൻ അത് ഓടിപ്പോയി ക്ലോസ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിന് ക്ലോസർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അടയില്ല, അതിങ്ങനെ പതുക്കെ അടയുള്ളൂ, ഓട്ടോ ക്ലോസർ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ജിജി ബാതിലോട്ട് ഒറ്റ ചവിട്ടി വെച്ച് ഞാൻ തെറിച്ചു വീണ്. ഞാൻ ചാടി എഴുന്നേറ്റപ്പോഴേക്കും ഇവള് നേരെ എന്നെ കരുത്തെ ഒറ്റപ്പെടുത്തുക. അത് പിടിച്ചു എന്നുള്ളത് ജിജിയുടെ ഒരു അങ്കിള് തന്നെ നിന്നോട് പറയാനിടയായിട്ടുണ്ടല്ലേ, അതൊന്ന് കൊടുത്ത മൈക്ക് കൊടുത്തു. ജിജിയുടെ എന്നോട് മാഡത്തിന്റെ അങ്കിള് പറഞ്ഞിരുന്നു, കഴുത്തിന് ഞെക്കി പിടിച്ച് പൊക്കി മാരിയോയെ കഴുത്തിന്. ജിജിയുടെ അങ്കിൾ, അമ്മയുടെ ബ്രദറാണ് പറഞ്ഞത്. അങ്ങനെ കഴുത്തെ പിടിച്ച് ഞെക്കിയപ്പോൾ സ്വാഭാവികമായും മരിച്ചു പോകുന്നുള്ള പേടിയിൽ ഞാൻ അവളുടെ പുറത്തിട്ട് ഇങ്ങനെ അടിച്ചു. ഇതാണ് ഞാൻ ചെയ്തിട്ട് അടിച്ചതും കുറെ കൊണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ മരണപ്രാളത്തിലല്ലേ, അവളൊന്ന് വിട്ടു. ഞാൻ അടുത്ത ഡോറ് തുറന്ന് മേളിൽ പോയി, അത് അകത്തുനിന്ന് കുറ്റിയിട്ടു. പക്ഷെ ഇവള് ആ ഡോറിന് ഇടിച്ച് അത് പൊട്ടിച്ചു. എന്നിട്ട് ഇവള് 1-ാം നിലയിലേക്ക് ഓടി. ഞാൻ 1-ാം നിലയിലുണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയപ്പോൾ എന്താ, നിങ്ങളന്ന് ഇദ്ദേഹത്തിന്റെ പേര് ബൈജു എന്നാണ്. ഇദ്ദേഹം നമ്മുടെ ഒരു പോത്തുവാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ട്രൈബൽസിന്റെ വീട് പണി നടക്കുന്നുണ്ട്. അവിടെ തുടക്കത്തിൽ ഉണ്ടായ വിഷയങ്ങൾ പറയാതിരിക്കുന്ന പേര് അത് പിന്നെ പറയാം, ഇതൊന്ന് പറഞ്ഞു. ഞാൻ അവിടെ 2 ആൾ തട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. തട്ട് വിളിക്കുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്, അവരെ കൂലി കൊടുക്കാൻ വേണ്ടി ഞാൻ പോത്തുവാറ പോയി ട്രൈബൽസിൻ്റെ അവിടെ തിരിച്ചു വരുമ്പോൾ പീലാർമൂഴി കൂടെ വന്നേ, ഇതിൽ കൂടെ കയറിയിട്ട് പോകാന്ന് വെച്ചാൽ അവിടെ കയറിയ ഫ്രണ്ടിൽ വന്നപ്പോഴാണ് ഒരു ഒച്ച കേട്ടത്. ഒരു കൊച്ചുകുട്ടി കരയണ സൗണ്ടും ഒച്ച എടുക്കുന്ന സൗണ്ടൊക്കെ കേട്ടിട്ടാണ് ഞാൻ അങ്ങനെ കയറി ചെല്ലുമ്പോൾ മാഡം തല പൊട്ടിച്ചു എന്ന് പറഞ്ഞ ബ്രദർ
ബോക്സിൽ അടിച്ചു ഏതാണ്ടൊക്കെ ഇതിപ്പോ കേൾക്കുന്ന ന്യൂസ്. പക്ഷെ ഞാൻ നേരിട്ട് കണ്ട ആളാണ്. മാഡം ആ ഗ്ലാസ് ഹൗസിന്റെ ഗ്ലാസ് ഇട്ട് തല ഇങ്ങനെ ഇടിച്ചുകൊണ്ട് ഇറങ്ങി വട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒച്ചയെടുക്കുന്ന കണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് എന്തോ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള തെറികളും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഗ്ലാസ് ഇട്ട് വീണ്ടും ഇതിങ്ങനെ അടിച്ച് ഇതിനെ ശരിയാക്കൂടാന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഓടി മാറി. കാരണം വെച്ചാൽ അവരാ വെപ്രാളവും ഇത് കണ്ടിട്ട് ഞാൻ തന്നെ ഭയപ്പെട്ടു പോയി. അന്ന് 100-ൽ വിളിച്ച് പോലീസിൽ ഇവരെ കൊല്ലാൻ വരുന്നു കംപ്ലൈന്റ് ചെയ്തത് ആദ്യം ഞാനാണ്. കാരണം ഇവർ കൊന്നു കളയുമായിരുന്നു. കാരണം ഇവർക്ക് ഇവരുടെ ഈ കള്ളത്തരം പുറത്തു പോയാൽ എന്താവും എന്നുള്ള ഭയം കൊണ്ട് എന്നെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഇവരെല്ലാം എന്നോട് യുനാനിമസ്ലി പറയാറുണ്ട്, ബ്രദർ സൂക്ഷിക്കണം, ചിലപ്പം ജീവൻ അപായപ്പെടുത്തും. എല്ലാവരും പറയുന്ന കാര്യമാണ്, ബ്രദർ സൂക്ഷിക്കണം, ജീവൻ വരെ അപായപ്പെടുത്തും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാറി വരെ താമസിച്ചെന്ന് ഓർക്കണേ. വിഷമമുണ്ട് പറയുന്നതിൽ. ജിജി ഒരു തികഞ്ഞ മദ്യപാനിയാണ്. രാവിലെ മുതൽ രാത്രി വരെ കുടിച്ചു. ഇവർക്കെല്ലാം അറിയാം. ഇന്ന് ഞാൻ സംസാരിച്ചപ്പോൾ ഇവര് ബോട്ടിൽ കൊണ്ടുവച്ച് കളഞ്ഞ കാര്യം ഇദ്ദേഹം പറയായിരുന്നു. കുറച്ചു മുമ്പ് എന്തായിരുന്നു? അയ്യോ, അവിടെ ബോട്ടിൽ കൊണ്ടിട്ട് ഞാൻ എടുത്തു വെച്ചേണ്ട അവിടെ ബോക്സ് കണക്കിനാണ് ബോട്ടിൽ കൊണ്ട് വെച്ചത്. അതോ നല്ല വിദേശ മദ്യം വരെ, നല്ല വിദേശം, നല്ല സ്ട്രോങ് സാധനങ്ങളൊക്കെ അത് പറക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇവൾ ഇത്രയും ക്രൂരമായി പോകുന്നത് മദ്യം എന്ന ഒന്ന്, 2 പണം എന്ന അഹങ്കാരം. ഭയങ്കര ലാവിഷ. നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കോ, മോഡിഫൈ ചെയ്ത് ജീവിക്കാൻ എന്തുമാത്രം കാശ് കളയുന്നുണ്ടെന്നുള്ളത്. സോറി കേട്ടോ, കുറ്റം പറയുന്നതായിട്ട് എടുക്കില്ല. എനിക്ക് വേറെ വഴിയില്ല. ഞാൻ എന്താണ് സംഭവിച്ചെന്ന് പറയാതെ വഴിയില്ല. ഐ എം റിയലി ഹെൽപ്ലെസ്. പലരും പറയുന്നുണ്ട് പരസ്പരം ചെളിവാരി എറിയരുത്, നിങ്ങൾ കുറ്റം പറയല്ലേ, സോൾവ് ചെയ്യണേ. ഞാനൊരു കാര്യം പറയാം, എനിക്കെല്ലാം സോൾവ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യണമെന്നറിയോ? ഈ ട്രസ്റ്റിൽ നിന്ന് ഇവർ കൊണ്ടുപോയ എല്ലാ സമ്പത്തും തിരിച്ച് പൊതുജനത്തിന്റെ കയ്യിലെത്തണം. പറ്റേ പറ്റും. ആ ബിൽഡിങ് വിറ്റ് അതിന്റെ കാശ് കൊണ്ട് 10-15 വീടുകൾ പാവപ്പെട്ടവർക്ക് വെച്ചു കൊടുക്കണം. കാര്യം അത് നമ്മളുടെ ഏർപ്പാട്. അങ്ങനെയൊന്നും എൻ്റെ മക്കൾ അത് ആസ്വദിക്കുന്നത്, ജിജിയുടെ കുടുംബക്കാരും അത് ആസ്വദിക്കും. അവർക്കല്ലാതെ തന്നെ ഉണ്ടല്ലോ, പറ്റില്ല. ദാറ്റ്സ് ഓൾ. രണ്ടാമത്തെ എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ PKF, അതായത് കമ്പനി ആക്ടിലുള്ള ട്രസ്റ്റിന് അജ്മലിനെയും മാഷിനെയും കളയണമെന്ന് ഇന്ന് രാവിലെയും ജിജി വോയിസ് ഇട്ടു. അവരെല്ലാം പുറത്താക്കി, ഇവരെല്ലാം കളയും, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് നിൽക്കാം. ഇന്ന് രാവിലെയും വോയിസ്. എനിക്കത് പറ്റില്ല. മദ്യം നിർത്തുക, ഇവരെ ഒഴിവാക്കാതിരിക്കുക, കമ്പനി ആക്ടിലുള്ള അല്ലെങ്കിൽ MCA പോർട്ടൽ രജിസ്റ്റർ ചെയ്ത സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് മോണിറ്റൈസ് ചെയ്യുന്ന ആർക്കും കൈയിട്ട് വരാൻ പറ്റാത്ത ആ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുവരെയും തൽക്കാലം ട്രസ്റ്റ് കുറച്ച് ദിവസം അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ നിയമത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നിയമത്തിന്റെ വഴിയാണ് ഇനി ബാക്കിയെല്ലാം പുറത്തേക്ക് വരിക. അതുകൊണ്ട് ഇതിനൊന്നും കൺക്ലൂഷൻ വരേണ്ടത് ഞാനല്ല, നിയമപാലകർ ഇതിനെക്കുറിച്ച് പഠിച്ച് ഇതിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തി അതിന് ന്യായമായ വിധി നടത്തുന്നത് വരെ കാത്തിരിക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഫിലോകാലിയ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റും നമ്മൾ തടസ്സപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല. ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന് 4-5 അക്കൗണ്ട് ഉണ്ട്, കുറേ അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷെ ഫിലോകാലിയ ഫൗണ്ടേഷന് ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ. അത് SIB ചാലക്കുടിയാണ്. SIB അതിൽ ഡയറക്ടേഴ്സ് ഞങ്ങളാണ്, ഈ ഇരിക്കുന്ന ഞങ്ങളാണ്. ഇതിൽ ആർക്കും കാശിന് ആവശ്യമില്ല. അതിന് നിനക്ക് വല്ലതും ആരുടെ കയ്യിൽ നിന്ന് മേടിക്കേണ്ട കാര്യമുണ്ടോ? സ്വന്തം ബിസിനസ് ഉണ്ട്. കേരളക്കാർക്ക് സത്യം പറഞ്ഞ എന്നെക്കാളും പണക്കാരനാണ് ഇപ്പോൾ. പേഴ്സണലി എന്നെക്കാളും പണക്കാരനാണ്. സത്യം, എന്റെ ഡ്രൈവറായി വന്നതാ. ഇതിപ്പോൾ ആന്റണി പെരുമാവിന്റെ അവസ്ഥയാണ്. അതുകൊണ്ട് അവൻ ഒരു രൂപയുടെ ആവശ്യമില്ല. പിന്നെ മാഷിനും ടീച്ചർ അവരുടെ ഗവൺമെന്റ് പെൻഷൻ തന്നെ, കാരണം 2 പേരും ഗവൺമെന്റ് ഹെഡ് മാസ്റ്റേഴ്സ് റിട്ടയർഡ് ആയതാണ്. അതുകൊണ്ട് അവർക്കും ഒരു രൂപയുടെ ആവശ്യമില്ല. പിന്നെയും ചിലപ്പോൾ വണ്ടിയിൽ പെട്രോൾ ഞാൻ ഒഴിച്ചെന്ന് വരാം. അതിപ്പോഴേ ഞാൻ പറയാം, നല്ല ഭക്ഷണവും ഞാൻ കഴിച്ചെന്ന് വരും. അല്ലെ ബിന്ദു, നമ്മുടെ അക്കൗണ്ടന്റാണ് ഇരിക്കുന്നത്. ഞാൻ അങ്ങനെ എന്തെങ്കിലും വല്ല പെട്രോൾ ബില്ലും അല്ലാതെ എന്തെങ്കിലും എടുക്കാൻ വരുന്നുണ്ടോ? ഇവിടെ ഫിലോകാലിയയിൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഞാനും സുലേഖയും 50 പൈസ പോലും ഫിലോകാലിയിൽ നിന്ന് പറ്റിയിട്ടില്ല. എന്റെ വണ്ടി ഓടുന്നു, എന്റെ വണ്ടിക്ക് ഞാൻ ഡീസൽ അടിക്കുന്നു, ഞാൻ ഭക്ഷണം കഴിക്കുന്നു. താമസിക്കുന്നത് മാരിയോയുടെ പേരിലുള്ള ഉറപ്പുള്ള ഭവനത്തിലാണ്. അതിന് ഞാൻ വാടക കൊടുക്കുക. എന്നോട് മാരിയോ പറഞ്ഞ ഈ കേരളം മുഴുവനും മരുന്ന് കൊടുക്കാൻ കോവിഡ് കാലത്ത് പോയപ്പോൾ കേരളം മൊത്തം മരുന്ന് കൊടുക്കാൻ യാത്ര ചെയ്ത ഒരാളാണ്. അന്നും ഇനത്തിലോ അല്ലെങ്കിൽ ഒരു ഐറ്റത്തിലോ 10 പൈസ വാങ്ങാത്തവരാണ് ഞാൻ സുരേഖ. സത്യസന്ധമായി പറയാം. പറയട്ടെ, അക്കൗണ്ടന്റ് പറയട്ടെ. 2 അക്കൗണ്ട് പോയ അക്കൗണ്ടന്റ് പറയണം. ഒരിക്കൽ പോലും 5 പൈസ പോലും മാരിയെ പലപ്പോഴും പറഞ്ഞിട്ട് മാഷിന്റെ കാറിനെങ്കിലും ഒന്ന് വേണമെങ്കിൽ വെണ്ണ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, അത് ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ മതി. ഞങ്ങൾക്ക് ഇനി കിട്ടുന്ന പൈസ പരമാവധി ഞങ്ങൾ പൊതുജനങ്ങൾക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അത് മതി. പിന്നെ ഈ 25-ാം തീയതി, ഈ കഴിഞ്ഞ മാസം 25-ാം തീയതി മാരിയോയുടെ വീട്ടിലും പിലാർമുടിയിൽ ജിജിയും സംഘവും പ്രശ്നം ഉണ്ടാക്കിയതിനു ശേഷം അവര് നേരെ അങ്ങനെ പരിക്ക് പറ്റിയെങ്കിൽ അവർ ആശുപത്രി പോകേണ്ടതിന് പകരം നേരെ 10-18-20 കിലോമീറ്റർ അകലെയുള്ള ഉറുമ്പൻകുന്നില് ഞാനും സുലേഖയും മാത്രം താമസിക്കുന്ന റോഡ് മോശമായതുകൊണ്ട് 3 മണിക്കൂർ എടുക്കും അവിടെ വന്നത്. ആ വന്നപ്പോൾ ഞാൻ സാധാരണ ജിജിയല്ലേ വരുന്നേ, വന്നു കയറി ഇരിക്കാൻ പറഞ്ഞു. വന്നപ്പോൾ ജിജിയുടെ അനുജിത്തിയുടെ ഭർത്താവ്, അത് പൂനെയിലുള്ള പൂനെയിലുള്ള അവരുടെ ഭർത്താവ്, പിന്നെ റിങ്കു, പിന്നെ ഇവരെ ഒരു സംഘമാണ്, അഡോണ എന്ന് പറഞ്ഞ ഇവരുടെ മകള്, ഈ സംഘമാണ് വന്നത്.
വന്നപ്പോൾ ഞാൻ പറഞ്ഞു കയറിയിരിക്കാൻ വന്നതെ ഇരച്ച് വിളിച്ച് ജിജിയുടെ അനുജിത്തിയാണ് ചീത്ത എന്നെല്ലാം പറഞ്ഞാൽ എന്തെല്ലാം പറഞ്ഞതറിയോ. അത് കഴിഞ്ഞ് ടീച്ചറിന്റെ കൈ നോക്കിട്ട് അടിക്കാൻ ചെന്നു. അതുപോലെ തന്നെ ഏറ്റവും വേദനാജനകമായിട്ട് എൻ്റെ മനസ്സിലൊക്കെ കിടക്കുന്നത് ആ കുട്ടിയുടെ കൊണ്ട് അടോണയെ കൊണ്ട് ആ കുട്ടി ചെറിയ കുട്ടിയാണ് പറഞ്ഞു കൊടുത്ത് പറയുകയായിരുന്നു, നിങ്ങളുടെ മകൻ ചത്തുപോയതല്ലേ അത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞ് കുറേ മാനസികമായിട്ട് വിഷമിപ്പിച്ചു. ജിജിയും അതുപോലെ തന്നെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോടൊന്നും ഞാൻ മറുപടി പറയാം, എന്തെങ്കിലും പറയാണ്ട് ഓഫീസിൽ വെച്ച് പറയാം, അല്ലെങ്കിൽ അധികാരികളുടെ മുന്നിൽ വെച്ച് പറയാം, ഇവിടെ വെച്ച് നിങ്ങളൊന്നും സംസാരിക്കുന്നു. എന്നിട്ടും അവർ കണ്ടമാനം പറഞ്ഞിട്ട് ഇപ്പൊ ഇന്നലെ ഞാൻ കാണുന്ന ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു. മാഷിന്റെ വീട്ടിൽ കാര്യം സംസാരിക്കാൻ ജിജിയും മകളും മാത്രം വന്നു എന്നുള്ള മട്ടിലാണ്. അവിടെ CCTV ഇല്ല, ഞങ്ങളുടെ ഫോണിൽ നിന്നൊന്നും ഒരു വീഡിയോ എടുത്തിട്ടില്ല. അവർ തന്നെ വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്ത് വന്ന് അവിടെ എന്നോട് സംസാരിക്കും, ജിജിയും അടോണയും മാത്രം സംസാരിക്കുന്ന മാത്രം ഒരു ഭാഗം വീഡിയോ ഇട്ടിട്ട് കണ്ടോ വളരെ സമാധാനമായിട്ട്. എന്നിട്ട് അടോണെ ബലമായിട്ട് പിടിച്ചോണ്ട് പോകണമെന്നൊക്കെ അതിനകത്ത് കുറച്ച് കാണുന്നുണ്ട്, അത് അവർക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. ബലമായിട്ട് അടോണ വളരെ അക്രമാസക്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. അതിനു മുമ്പ് ജിജിയുടെ അനുജിത്തി പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ കൈ ഓങ്ങിക്കൊണ്ടുവന്ന ടീച്ചറിന്റെ മോനെ ഈ അമ്മയുടെ പ്രായമുള്ള അവരുടെ നേരെ കൈ ഓങ്ങിട്ട് നീ എന്റെ നേരെ കൈ ഓങ്ങുവാണോ എന്ന് മാത്രമേ ടീച്ചർ ചോദിച്ചുള്ളൂ. അതുപോലെ ഞങ്ങള് അവർ തന്നെ കാണിച്ച വീഡിയോ കാണാൻ ഞങ്ങൾ രണ്ടുപേരും ആ കസേരയിൽ വെറുതെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ജിജി എന്താ പറഞ്ഞത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്നിട്ട് വളരെയധികം അസത്യമായ ഇത്രയധികം നീതിക്ക് നിരക്കാത്തതില്ല എൻ്റെ ആ വീഡിയോ ഇട്ടിട്ട് പറയാണ് അവിടെ മാഷ് കള്ളക്കേസ് കൊടുത്തു. ഞാൻ കള്ളക്കേസ് കൊടുത്തതല്ല, അവിടെ അന്നേരം ഓടി വന്ന് എനിക്ക് ഒരു പരിവേഷം വന്നു, തലകറക്കം വന്നു. അപ്പോൾ ഓടി വന്ന് ഞാൻ എപ്പോഴും വിളിക്കുന്ന ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചു. അവൻ വന്നു പറഞ്ഞു മാഷെ വേഗം ആശുപത്രി പോകും, ടീച്ചറിനും ആയ സങ്കടമായി, എനിക്കാണെങ്കിൽ ഷുഗർ വളരെ കൂടുതലുണ്ട്, BP യുടെ പ്രശ്നമുണ്ട്. ഉടനെ ടീച്ചറും കരയാൻ തുടങ്ങി. ഉടനെ ഓട്ടോറിക്ഷ കയറ്റി എന്നെ ചാലക്കുടി ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടർ പരിശോധിച്ച് ECG എടുത്തപ്പോൾ പറഞ്ഞ് BP കുറച്ച് വ്യത്യാസമുണ്ട്. അങ്ങനെ അവിടുന്ന് മരുന്ന് തന്നപ്പോൾ എന്നെ അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അഡ്മിറ്റ് ചെയ്യേണ്ട, വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ എന്നിട്ട് എനിക്ക് ഇനിയും പേടിയായി, ഇനിയും ഇവർ വരുമെന്നുള്ള പേടിയിലാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. പരാതി പറഞ്ഞ് എനിക്ക് ഇനിയും വന്ന് എന്നെ ആക്രമിക്കരുത്, എനിക്ക് സംരക്ഷണം തന്നെ, ഞങ്ങൾ സീനിയർ സിറ്റിസൺസ് ആണ്, ഞങ്ങൾക്ക് എല്ലാ അവകാശം ഉണ്ടെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് യഥാർത്ഥത്തിൽ എല്ലാം ചെയ്തിട്ട് മറ്റുള്ളവരുടെ തലയിൽ വെക്കാണ്. അതിനാണ് ഞാൻ ഇതുവരെ ഇതൊന്നും വീഡിയോ ഇട്ട് പറയാനോ പുറത്ത് പറയാനോ അറിയാത്തതുകൊണ്ടല്ല, ഞങ്ങളായിട്ട് പിലോക്കാലിലേക്ക് ഒരു പേര് ദോഷം വരുത്തരുത്, നമ്മളായിട്ട് പിലോക്കാലിലേക്ക് ഒന്നും വരരുതെന്നുകൊണ്ട് ഞങ്ങൾ അത് മാഷ് മാത്രമല്ല, ഈ ഉള്ള എല്ലാ സ്റ്റാഫുകളും അവരുടെ വീടുകളിൽ പോയി അവിടെ നടക്കുന്ന വിഷയങ്ങൾ പറഞ്ഞിട്ടില്ല. ഇവരെല്ലാം എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടും കൂടിയാണ്. അതായത് ഫിലോക്കാലിയോട് എന്നോടെന്ന് പറയുന്നതിൽ അധികം ഈശോയോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഇവരെല്ലാം ഈശോയെ അറിഞ്ഞു വന്നവരാണ്, അതാണ് വ്യത്യാസം. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇതൊന്നും പുറത്ത് പറയാതിരുന്നത് എന്നുള്ളത്. ഏതോ ആവട്ടെ. എന്നിട്ട് അത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി ജിജി കേസാക്കിയിട്ട് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ ഇവൾ എന്താ ചെയ്ത ചതി എന്ന് പറയണേ. ഇവള് ഒരു വലിയൊരു ലെറ്റർ പോലീസിന് എഴുതി, മാരിയോ എന്നെ തലക്കടിച്ചു, പൊട്ടിച്ചു, അറസ്റ്റ് ചെയ്യണം എന്നുള്ള തരത്തിൽ ഒരു ജാമ്യമില്ല വകുപ്പൊക്കെ ചേർത്ത് ഒരു പെറ്റീഷൻ എഴുതി. എന്നിട്ട് ഇവള് പോലീസിനോട് പറഞ്ഞു കേസ് എടുക്കണ്ട, ഒരു കോംപ്രമൈസിന് ചേട്ടായിനെ വിളിച്ച് സ്റ്റേഷനിൽ സംസാരിപ്പിക്കാം. കോംപ്രമൈസ് ഇവളെ എഴുതി കൊടുത്തന്നെന്നറിയോ, മാഷിനെയും അജ്മലിനെയും കളയുക, PKF പിരിച്ചുവിടുക, എല്ലാവരെയും പുറത്താക്കുക, ജിജിയും കുടുംബക്കാരും മാത്രം നിൽക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ട്രസ്റ്റിൽ നിന്ന് മാരിയോ രാജിവെച്ച് പൊക്കൊള്ളുക, അത് കുടുംബത്തിന് മാത്രം വിട്ടുകൊടുക്കുക, ഇച്ചിരി സ്വത്തും സൗകര്യമൊക്കെ ഉള്ളതൊക്കെ വിട്ടുകൊടുക്കുക. ഞാൻ ചോദിച്ചപ്പോൾ മറുപടി വന്നതെന്നറിയോ, ഞാൻ ഏതെങ്കിലും ആശ്രമം പോയി തിരിച്ചോളാം. ഞാൻ മറുപടി സോറി ടു സേ. അപ്പൊ ഈ രണ്ട് കോംപ്രമൈസിന് വിളിച്ചു. ഇതറിഞ്ഞ ഞാൻ അന്ന് നേരെ കൊരട്ടി സ്റ്റേഷൻ, അന്ന് അവിടുത്തെ SHO എന്നെ വിളിക്കുകയാണ് ചെയ്തത്, സോറി കേട്ടോ, ഒരു കോംപ്രമൈസിന് വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. എന്നിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇങ്ങനെ അനീതിയാണ് അവിടെ നടക്കുന്നത്, ഇതിൽ കോംപ്രമൈസ് ചെയ്യാൻ എന്നോട് പറയാ, ഇല്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യും എന്നല്ലേ പറയാൻ വരുന്നത്. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, അങ്ങനെയല്ലേ പറയാൻ വരുന്നത്, എന്നെ അറസ്റ്റ് ചെയ്തോളൂ, എന്നെ റിമാൻഡ് ചെയ്തോളൂ, എന്നെ ജയിലിലിട്ടോളൂ, എന്നെങ്കിലും ഈ സത്യം ലോകം അറിയണമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും അവർ കേസ് കൊടുത്തില്ല. എൻ്റെ ജീവന് ഭീഷണി ഉള്ളത് കൊണ്ട് മാഷിന് സംഭവിച്ചതുപോലെ 30-ാം തീയതിയല്ലേ നമ്മൾ സ്റ്റേഷനിൽ പോയത്, 30-ാം തീയതി ഞാനും ബൈജുവും എൻ്റെ വേറൊരു കൂട്ടുകാരനും കൂടെ എൻ്റെ ജീവന് സംരക്ഷണം വേണം, കാരണം വക്കീൽ നോട്ടീസ് കൊടുത്താണ് ആ സ്ഥലത്ത് വരരുത്, ആ സമയത്ത് 5:30, 6, 7 മണിക്ക് അവിടെ വന്ന് എന്നെ 8 പേർ ഒറ്റയ്ക്ക് ഉപദ്രവിക്കാൻ ഓർക്കണം, ഇനിയും എൻ്റെ ജീവൻ അപകടത്തിലാവോ എന്നുള്ളതുകൊണ്ട് ഞാൻ പോയിട്ട് ഒരു പരാതി സ്റ്റേഷനിൽ കൊടുത്തു. FIR ഇടാനല്ല, ഒരു പരാതി ജിജിയെ വിളിച്ചിട്ട് ഇനി ഒരിക്കലും അങ്ങോട്ട് വരരുതെന്ന് വാണിംഗ് കൊടുക്കാൻ. പക്ഷെ അത് കൊടുത്ത കലിപ്പിൽ ജിജി പെട്ടെന്ന് പോയി FIR ഇട്ട് അകത്താക്കുക എന്നുള്ള തീരുമാനം എടുത്തു. കുഴപ്പമില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് എന്നെ ജയിലിലടച്ചാലും എന്നെ തൂക്കിക്കൊന്നാലും സത്യം അറിയാവുന്നതുകൊണ്ടും സത്യത്തിന് നിലനിൽക്കുന്നതുകൊണ്ടും മടിയിൽ കനവില്ലാത്തതുകൊണ്ടും ഞാനുള്ള കാര്യമൊക്കെ തുറന്നത്. ഇനി ഇതിനെക്കുറിച്ച് കുറേ ഉപദേശങ്ങൾ വരും. ഇത്രയൊക്കെ ആണെങ്കിലും ക്രിസ്തീയ സഹനമായി ഏറ്റ് പുറത്ത് പറയാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് ചിലർ പറയും. എനിക്കത് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷേ ലോകം മുഴുവനും ഞാനൊരു ക്രൂരനായി മാറിപ്പോയി എന്ന് ഇവരെല്ലാം എന്നോട് നോക്കി പറയാം. പുറത്തിറങ്ങുമ്പോൾ മാരി ഒരു ക്രൂരനായി ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി, അതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയേണ്ടി വന്നത്. 2-3 കാര്യങ്ങളുണ്ട്.
ഈ NGO തുടങ്ങിയെന്നറിഞ്ഞപ്പം ഓഫീസിൽ കയറി വന്ന് ഞങ്ങളെല്ലാം ഇരിക്കുന്നിടത്ത് വെച്ച് ഈ അജ്മലിനെ ജിജി ഒരുപാട് തല്ലിയായിരുന്നു. അജ്മൽ പറ തല്ലിയായിരുന്നു. നിങ്ങളൊക്കെ കണ്ടതല്ലേ? ഇവരെല്ലാം കണ്ടതാണ് ഈ അജുവിനെ പാവത്തെ ജിജി ഓഫീസിലിട്ട് തല്ലിയത്. മാഷ് കൗൺസിലിംഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൗൺസിലിയെ പിടിച്ച് പുറത്താക്കിയിട്ട് നിങ്ങളെ തെറി വിളിച്ചായിരുന്നു. ആ കൊടുത്തോ അല്ലേ? എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെല്ലാം കേട്ടതല്ലേ ആ തെറി? ഓഫീസിലുള്ള മുഴുവൻ ജനങ്ങൾ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അതൊന്നും പുറത്തു പറയാൻ അനങ്ങാതെ കൈയും കെട്ടി കയറി. അപ്പൊ ഞാനിത് പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. എൻ്റെ ജിജിയെ, എൻ്റെ കുട്ടൂസിനെ എനിക്ക് തിരിച്ചു വേണം. എൻ്റെ മക്കളെ അമ്മ എൻ്റെ കൂടെ തന്നെ വേണം. ഒരിക്കലും അവളെ കൈവിടാൻ എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷേ പുള്ളി മദ്യം ഉപേക്ഷിച്ച്, ഈ അധികാരമോഹം ഉപേക്ഷിച്ച്, ആഡംബരപ്രിയം ഉപേക്ഷിച്ച്, ഈ സാമ്പത്തിക ആർത്തിയൊന്നും ഉപേക്ഷിച്ച് ഒരു ഞാനൊക്കെ കൂടി നന്നായാൽ ഞങ്ങളുടെ പ്രശ്നമൊക്കെ തീരും. ഒരു സംശയം. ഞങ്ങൾ പൂർവാധികം ശക്തിയോടെ കുടുംബത്തിന് കൗൺസിലിംഗ് ആയി, കുടുംബത്തിന് മാതൃകയായി ഞങ്ങൾ ജീവിക്കും. അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഈ കാര്യങ്ങൾ ജിജി തിരുത്തിയേ പറ്റും. നിങ്ങളുടെ അഭിപ്രായം അല്ലേ? പുറത്ത് പറഞ്ഞു ആഗ്രഹം എല്ലാവരും. അപ്പം എൻ്റെ ആഗ്രഹം അതാണ്. നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അപ്പം ഇപ്പം തൽക്കാലം ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്റ്റീവ് അല്ല. അതിലേക്ക് ആരും ഒന്നും ഒരു സഹായം ചെയ്യേണ്ടതില്ല. NGO ഫിലോക്കാലിയ ഫൗണ്ടേഷൻ SIBയുടെ അക്കൗണ്ട് ഓണാണ്, അത് അവൈലബിൾ ആണ്. അതിൽ ജിജിക്കോ ജിജിയുടെ കുടുംബക്കാർക്കോ അധികാരമില്ല. അതിൽ ₹1 നഷ്ടം വരില്ല. ഒരാൾക്കും എവിടെയും മോഷ്ടിക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ കുറേ വീടുകളുടെ പണി നടക്കുന്നുണ്ട്, അതൊന്ന് പൂർത്തിയാക്കി കൊടുക്കണം. അല്ലാതെ നിർത്താൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ നിർത്തിയാണ്. പക്ഷേ അത്രയും വീടുകളും അത്രയും രോഗികളുടെ മരുന്നുകളും കുറേ കടമകൾ, അതായത് കുറേ അനാഥ പിള്ളേർ, അപ്പനമ്മ ഇല്ലാത്ത പിള്ളേരൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിലെല്ലാം എനിക്ക് ഇട്ടേച്ച് പോകാൻ പറ്റാത്തതുകൊണ്ട് ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ സഹായിക്കണം. കാരണം കഴിഞ്ഞ ദിവസം ഒരു വിധവയ്ക്ക് വീട് പണിയാൻ ഒരാൾ 1 ലക്ഷം തന്നു. പറ കഴിയുമ്പോൾ ബാക്കി തരാമെന്ന് പറഞ്ഞു. അയാൾ ഇന്നലെ വിളിച്ചിട്ട് എൻ്റെ 1 ലക്ഷം തിരിച്ചു തരണം, നിങ്ങൾ ക്രൂരന്മാരാണെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു. ഞാൻ നാളെ തന്നെ കാശ് തരാമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പണിയെല്ലാം വഴിയിൽ മുടങ്ങി പോകുമല്ലോ എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ പ്രാർത്ഥന, മാഷെ, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന, ഈശോയ്ക്ക് ഇത് ഇപ്പം നിർത്തണം എന്നാണെങ്കിൽ ലെറ്റ് ദൈ വിൽ ബി ഡൺ, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. ഈശോയ്ക്ക് തോന്നുകയാണ് മാരിയോ ബ്രദറിൻ്റെ സുവിശേഷ പ്രസംഗവും ചാരിറ്റിയും ഒന്നിച്ച് പോകണമെന്ന് തോന്നുകയാണോ? ജനത്തിൻ്റെ മനസ്സിൽ ഇൻസ്പിറേഷൻ ഉണ്ടായിട്ട് PTFനെ സഹായിക്കട്ടെ, നമ്മൾ മുന്നോട്ട് പോകും. ഒരു കാര്യം കൂടി പറയാം. നമുക്കിലെ മറുനാടൻ മലയാളി, ഞാൻ കേരളത്തിലുള്ള മാധ്യമങ്ങളിൽ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സജൻ. എനിക്ക് ഒരു ജ്യേഷ്ഠനെ പോലെ ഇഷ്ടമാണ് അദ്ദേഹത്തെ. അദ്ദേഹമാണ് കുറച്ചെങ്കിലും വിവരിച്ച് എന്തൊക്കെ ഇട്ടത്. പക്ഷെ അദ്ദേഹം ആ വീഡിയോയ്ക്കകത്ത് ജിജി പോയിട്ട് നിങ്ങൾ തീവ്രവാദികളെന്ന് ഇവരെ വിളിക്കുന്ന ഒരു വീഡിയോ, അത് ഭയങ്കര മോശമായിട്ട്. കാരണം ഒരാളെ അങ്ങനെ ചാപ്പൂത്താൻ പറ്റും തീവ്രവാദി? ഏതർത്ഥത്തിലാണ് എനിക്കൊന്നും മനസ്സിലായില്ല. എന്നെക്കുറിച്ച് ആ വീഡിയോ പറഞ്ഞ് മെന്റലി സ്റ്റേബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? അവളിപ്പോൾ എന്താ ചെയ്യുന്നത്? അവളുടെ തെറ്റ് മറക്കാൻ വേണ്ടി രഹസ്യം ഇവൻ പുറത്ത് പറയുമെന്ന് തോന്നിയാൽ ആദ്യം ഇവനെ അങ്ങ് ചെലവാരി തേച്ചാൽ ദാറ്റ്സ് ഓൾ. ഒരു മാനിപ്പുലേഷൻ ആണോ, ഇനി NPD ആണോ, എന്താ പറയുക, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ, ഐ ഡോണ്ട് നോ. അങ്ങനെ 2 വാക്ക് അത് ആക്ച്വലി വളരെ മോശമാണ്. കാരണം ഇവരെന്തിനാ തീവ്രവാദികൾ എന്ന് വിളിച്ച് എന്ത് അർത്ഥത്തിലാണ് എനിക്ക് മനസ്സിലായില്ല. അതുപോലെ തന്നെ എന്നെ മാനസിക സ്ഥിരതയില്ലാത്തതെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം, ബൈജുവിന് ഓർമ്മയുള്ള ഒരു കാര്യമുണ്ട്. ബൈജു ഒരിക്കലും ഒരു ജിജി കള്ളു പിടിച്ച് വണ്ടി അടിച്ചിട്ട് സഭയെന്ന് പറഞ്ഞത് അല്ല, അത് ഞാൻ പറയാം. അതായത് മാഡം മദ്യപിക്കുമോ എന്ന് പലർക്കും തെറ്റിദ്ധരിക്കപ്പെടും. മദ്യപിക്കില്ല എന്ന് വിചാരിക്കാം. പക്ഷെ സത്യം, എൻ്റെ ഒരു തെളിവ് ഞാൻ പറയാം. ഞാനൊരു ദിവസം ഉച്ചയ്ക്ക് ചോറിനായിരിക്കുമ്പോഴാണ് ഫോൺ വന്നത്. മാഡം വണ്ടി ഇടിച്ചിട്ടുണ്ട്. ഉടനെ ഞാൻ എൻ്റെ വണ്ടി ഇത്തിരി പഴയതായതുകൊണ്ട് ഓടിച്ച് സ്പീഡിലെത്താൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ അവിടുത്തെ കാറ് വിളിച്ച്, ആ കാറിന് എൻ്റെ എൻ്റെ 3 കൂടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ 3 കൂടിയ കാറിൽ കയറി വന്നു. ഇവിടെ വരുമ്പോൾ വണ്ടി ഇടിച്ചിട്ട് മാഡം നിന്ന് പിറക്കുക. ഞാനങ്ങനെ വേഗം ചെന്നുകൊണ്ട് അവിടെ ഉള്ള നാട്ടുകാരോട് പറഞ്ഞു ഞാൻ വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞു. നല്ല നല്ല സ്മെല്ലുമായിരുന്നു. അതിനുശേഷം മാഡത്തിന് ഞാൻ വന്ന കാറിൽ കയറ്റി വിട്ടിട്ടാണ് ആ കാറ് അവൻ മതിലിടിച്ച് കളഞ്ഞ അവരോട് ഞാൻ പറഞ്ഞ് ഞാൻ വണ്ടി ഓടിച്ചത് എനിക്ക് തെറ്റുപറ്റി, ഞാൻ നന്നാക്കി തന്നതാന്ന് പറഞ്ഞ് അവരെ സമ്മതപ്രകാരം ലാസ്റ്റ് ഈ വണ്ടി ഷോറൂമിലേക്ക് കയറ്റി വിട്ടതിന് ശേഷമാണ് ഞാൻ അവിടുന്ന് എൻ്റെ വീട്ടിൽ ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നത്. അത് തെളിവാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ കുടുംബം തിരിച്ചു വേണം. പക്ഷെ ഇത്രയും കാര്യങ്ങൾ നടക്കണം. ഇനി ലാസ്റ്റ് പറയാനുള്ളത് മാധ്യമ പ്രവർത്തകരോടാണ്. എനിക്ക് എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഇഷ്ടമാണ്. കാരണം ഇപ്പോൾ ഒരു കള്ളത്തരം ഭൂമിയിൽ നടക്കാതിരിക്കുന്ന ഒരു പരിധിവരെ നിങ്ങൾ എല്ലാത്തിൻ്റെയും പുറകെ നടക്കുന്നത് കൊണ്ടാണ്. ഒത്തിരി സന്തോഷം. നിങ്ങൾ തന്നെ ഇത് ചാനൽ വാർത്തകളാക്കി പുറത്തു വന്നുകൊണ്ട് എനിക്ക് മറച്ചു വെക്കാൻ പറ്റാത്ത തരത്തിൽ കുടുംബത്തിനപ്പുറത്ത് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റി എന്നുള്ളതൊരു വാസ്തവമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ ഇതിൻ്റെ മറുവശവും കൂടെ, അതായത് ദമ്പതികൾ തമ്മിൽ തല്ലി പരിക്ക്, സെറ്റാപ്പ് ബോക്സ് ഇടിച്ചു പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്തയിട്ട് എല്ലാ മാധ്യമ പ്രവർത്തകരോടും ഒരു ഹമ്പിൾ റിക്വസ്റ്റ്, ഇതിൻ്റെ പിന്നിൽ നടന്നത് എന്താണെന്ന് അറിയിക്കണം. നിങ്ങൾ അറിയിക്കണം. എന്നിട്ട് ഒരു അന്വേഷണം നടക്കണം. സത്യം പുറത്തു വരണം. സത്യം പുറത്തു വരുന്നതുവരെയും പാവപ്പെട്ടവരുടെ വേർപ്പ്, വിദേശ മലയാളികളുടെ പ്രത്യേകിച്ചും സ്വദേശ മലയാളികളുടെ വേർപ്പ് എന്തൊക്കെ അവരുടെ കയ്യിലുണ്ടല്ലോ അതെല്ലാം തിരിച്ച് നമ്മൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വരെ നിയമ പോരാട്ടം തുടരും. ഓർക്കണം, ഇവരാണ് കുടുംബസമാധാന പ്രാർത്ഥനകളും ധ്യാനങ്ങളും ഫാമിലി കൗൺസിലിങ്ങിനുമൊക്കെ നടത്തി വന്നിരുന്നത്.
എന്തായാലും ഇവരുടെ ധ്യാനം കൂടാൻ പോയ മുണ്ണക്കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഒരല്പം സമാധാനമായി കാണും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.